ഒരു സ്കൂളിലെ അധ്യാപകർ അവർ സന്തോഷത്തോടുകൂടി ഒരു വിനോദയാത്ര പോകുന്നത് അത് പിന്നീട് വലിയൊരു ദുരന്തമായി മാറുമെന്ന്, വലിയൊരു കണ്ണീർ കടലായി മാറുമെന്ന് ആരും ഒരിക്കലും മനസ്സിൽ പോലും കരുതി കാണില്ല. നമുക്കറിയാം, ആ ഒരു ദുരന്തത്തിൽ 9ഓളം ആളുകൾ മരണപ്പെട്ടിരുന്നു. അതിൽ കുട്ടികളും ഉണ്ടായിരുന്നു. അവിടുത്തെ നാട്ടുകാരും എല്ലാം, ആ കുടുംബങ്ങളും എല്ലാവരും ആ ഞെട്ടലിൽ നിന്നും കരകയറിയിട്ടില്ല. ഇപ്പോഴിതാ മറ്റൊരു സങ്കടപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടി പുറത്തു വന്നിരിക്കുന്നു. ദിവസങ്ങളോളമായി ആശുപത്രിയിൽ മരണത്തോട് മല്ലിട്ട് കിടന്ന സ്കൂൾ വാൻ ഡ്രൈവർ നൌഷാദ് അലിയും മരണപ്പെട്ടിരിക്കുന്ന സങ്കടകരമായ ഒരു വാർത്തയാണ്. ഏതാനും ദിവസം മുമ്പ് നാടിനെ ആകെ നടുക്കിയ വാൽപ്പാറ അപകടം, അതേ തുടർന്ന് ചികിത്സയിലായിരുന്ന ഒരാൾ കൂടി മരിച്ചു. കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞിരുന്ന പള്ളിപ്പറമ്പ് സ്കൂളിന്റെ ഡ്രൈവർ നൌഷാദ് അലി ആണ് മരിച്ചത്. ഇതോടെ അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 10 ആയിരിക്കുകയാണ്. ഇംതിയാസ് കരീം ചേരുന്നു. ഇംതിയാസ്, ഇതോടുകൂടി ആ വാൽപ്പാറ ദുരന്തത്തിലെ മരണപ്പെട്ടവരുടെ എണ്ണം 10 മാറിയിരിക്കുന്നു. നമുക്ക് ഓരോ ദിവസവും കേൾക്കാൻ സാധിക്കുന്നത് നമ്മളെ എല്ലാവരെയും വല്ലാതെ മനസ്സിനെ മരവിപ്പിക്കുന്ന, സങ്കടപ്പെടുത്തുന്ന വാർത്തകളാണ്. നമുക്ക് കഴിഞ്ഞ ദിവസം തൃശ്ശൂരിൽ, ഒരുപക്ഷെ നിങ്ങളെല്ലാവരും വാർത്താമാധ്യമങ്ങളിലൂടെ കണ്ടു കാണും, തൃശ്ശൂർ പൂരത്തിനായി പടക്കങ്ങൾ മറ്റുമൊക്കെ നിർമ്മിക്കുന്ന ആ വെടിപ്പുരശാലയിൽ വലിയ രീതിയിലുള്ള സ്ഫോടനം സംഭവിച്ചു. ആ സ്ഫോടനത്തിൻ്റെ ഭാഗമായി നിരവധി ആളുകൾ മരണപ്പെട്ടു. ഒരിക്കലും സംഭവിക്കരുത് എന്ന് പറയുന്ന, ഒരിക്കലും ഉണ്ടാകരുത് എന്ന് പറയുന്ന സംഭവങ്ങളാണ് നമുക്ക് ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ മരണപ്പെട്ടു പോയ നൌഷാദ് എന്ന് പറയുന്ന ഈ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഈ ഒരു മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള വിവാദങ്ങളും ഉണ്ടാകുന്നുണ്ട്. കോയമ്പത്തൂരിലെ സർക്കാർ ആശുപത്രിയിലേക്കാണ് ഈ നൌഷാദ് അലി ചികിത്സയിൽ കഴിഞ്ഞത്. എന്നാൽ ചികിത്സയുടെ ഭാഗമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഡോക്ടറുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടതെന്നടക്കമുള്ള വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഇപ്പോൾ അവിടെ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി നൌഷാദിൻ്റെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയൊക്കെ ഉണ്ടായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. പക്ഷേ ഇന്ന് പുലർച്ചയോടുകൂടി ആ സ്ഥിതി മാറുകയാണ്. ഇന്ന് പുലർച്ചയോടുകൂടി ആ നൌഷാദിൻ്റെ ആരോഗ്യനില വഷളാകുന്ന സമയത്തും ഡോക്ടർമാർ പരിചരിക്കാൻ വേണ്ടി ഏകദേശം 2 മണിക്കൂർ സമയം താമസിച്ചു വന്നു എന്നുള്ള വലിയൊരു ആരോപണം, വലിയൊരു ഗുരുതരമായ ആരോപണം ബന്ധുക്കൾ പറഞ്ഞു വെക്കുന്നുണ്ട്. നമുക്ക് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ആശുപത്രി അധികൃതരിൽ നിന്നും ആ ഡോക്ടർമാരിൽ നിന്നും വലിയ രീതിയിലുള്ള ഗുരുതരമായ വീഴ്ച സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. നമുക്കൊരു ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഓരോ സെക്കൻഡും വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യത്തിൽ ഇത്രയും വലിയൊരു വീഴ്ച ഒരു സർക്കാർ ആശുപത്രിയിൽ നിന്നും ഉണ്ടായിട്ടുണ്ടോ എന്നത് തീർച്ചയായും അന്വേഷിക്കേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡോക്ടർമാർക്കെതിരെ തീർച്ചയായും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആശുപത്രി ജീവനക്കാരും അതോടൊപ്പം നൌഷാദ് അലിയുടെ കുടുംബാംഗങ്ങളും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കുതർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്. ഇതോടൊപ്പമാണ് കഴിഞ്ഞ ദിവസം മലപ്പുറം തിരൂരിൽ നിന്നും ഒരു വാർത്ത കേൾക്കാനിടയായത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തിയൊരു വാർത്തയായിരുന്നു അത്. ഒരു മാതാവും ഒരു കുഞ്ഞും ഒരുമിച്ച് ആത്മഹത്യ ചെയ്തു എന്നുള്ള വാർത്ത. ഞാൻ ആ വാർത്ത കാണുന്ന സമയത്ത് ഇവരുടെ ചിത്രങ്ങളുണ്ടായിരുന്നു. ആ ഉമ്മയുടെയും ആ കുഞ്ഞിൻ്റെയും ചിത്രം. കാണാൻ നല്ല ഭംഗിയുള്ള, നല്ല ചേലുള്ള, സുന്ദരനായ ഒരു കുട്ടി. ജീവിതത്തിൽ ഇനിയും ഒരുപാട് കാലം ജീവിക്കേണ്ട ആ പിഞ്ചു കുഞ്ഞിനെയും, കാണാൻ നല്ല ഭംഗിയുള്ള ആ പിഞ്ചു കുഞ്ഞിനെയും കൊണ്ടാണ് ആ സഹോദരി ആത്മഹത്യയിലേക്ക് പോയത്. തിരൂരിൽ യുവതിയെയും 1.5 വയസ്സുള്ള മകനെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഏഴൂർ സ്വദേശിയായിട്ടുള്ള ഇർഫാന, മകൻ അമൽ മാലിക് എന്നിവരാണ് മരിച്ചത്. ഇവരുടെ ആത്മഹത്യാക്കുറിപ്പ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. PL കിരണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, എപ്പോഴാണ് ഇവരുടെ മൃതദേഹം കണ്ടെത്തിയത്? എന്താണ് സംഭവം എന്നാണ് മനസ്സിലാവുന്നത്? പോലീസിന്റെ വിശദീകരണങ്ങൾ എന്താണ്? ശാലിനി, ഇന്നലെ സന്ധ്യയോടുകൂടിയാണ് ഈ സംഭവം. അതായത് ഇർഫാനെയും അമൻ മാലിക്കിനെയും എഴൂരിലെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഇവരുടെ ഭർത്തൃപിതാവ് വീട്ടിലുണ്ടായിരുന്നു. അതിനുശേഷം അദ്ദേഹം പള്ളിയിലേക്ക് പോയി. ആ സമയത്ത് അയൽവാസി വന്ന് ഈ ഇർഫാനെ വിളിച്ചെങ്കിലും വീട്ടിൽ കണ്ടിരുന്നില്ല. തുടർന്ന് പിന്നീട് ഈ പിതാവ് കൂടി അവിടെ നിന്നും എത്തിയതിനു ശേഷം നടത്തിയ തെരച്ചിലാണ് ഈ സമീപത്തുള്ള കിണറ്റിലെ ഈ മുകളിലുള്ള വല നീങ്ങിക്കിടക്കുന്ന നിലയിൽ കണ്ടത്. തുറന്ന കെട്ടിൽ പരിശോധിച്ചപ്പോഴാണ് ഇരുവരുടെയും മൃതദേഹം കിണറ്റിൽ കിടക്കുന്നത് കണ്ടത്. നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാട് സഹോദരിമാർ മക്കളില്ലാതെ, വർഷങ്ങളായിട്ടും മക്കളില്ലാതെ, സന്താനങ്ങളില്ലാതെ വിഷമിക്കുന്നുണ്ട്, പ്രയാസപ്പെടുന്നുണ്ട്. ഒരു കുഞ്ഞിക്കാൽ എങ്ങനെയെങ്കിലും കണ്ടാൽ മതി എന്നുള്ള ആ ഒരൊറ്റ ചിന്തയോടുകൂടി വളരെയധികം വേദനയോടുകൂടി കഴിയുന്നുണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, ഒരു സഹോദരി ഒരു പിഞ്ചു കുഞ്ഞിനെയും കൊണ്ട് മരണത്തിലേക്ക് പോകുന്നു. നമുക്ക് ആ ഒരു മരണവാർത്ത കേട്ടിട്ട് മലപ്പുറം തിരൂരിലെ അവിടെയുള്ള നാട്ടുകാർ ഒന്നടങ്കം മൊത്തം നടുക്കത്തിലാണ്. മലപ്പുറം തിരൂരിലെ ഏഴൂർ സ്വദേശികളാണ് ഇർഫാനെയും അതോടൊപ്പം 1.5 വയസ്സുള്ള അമൻ മാലിക് എന്ന് പറയുന്ന ആ പൊന്നുമോനും. കഴിഞ്ഞ ദിവസം ഉച്ചയോടുകൂടി ഈ 2 പേരെയും വീട്ടിൽ കാണാതാവുകയാണ്. ഇവർ കാണാതായതിനെ തുടർന്ന് അവരുടെ ബന്ധുക്കളും ആ നാട്ടുകാരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് തിരച്ചിൽ നടത്തുകയാണ്. ആ നടത്തുന്ന സമയത്ത് അവർ കണ്ടതാകട്ടെ ഈ 2 പേരെയും കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയാണ്. ഇർഫാനയുടെ ഉപ്പ പള്ളിയിൽ പോയ സമയം നോക്കിയിട്ടാണ് ഈ ഒരു കടുങ്കൈ ഈ പറയപ്പെട്ട ഈ സഹോദരി ചെയ്തത്. കൂടെ ആ പിഞ്ചു പൈതലിനെയും ആ സഹോദരി കൂട്ടി എന്നുള്ളതാണ്.
അതാണ് ഏറ്റവും സങ്കടകരമായ ഒരു കാര്യമെന്ന് പറയുന്നത്. നോക്കിയൊരു തീരുമാനമെടുക്കുന്ന സമയത്ത് ആ സഹോദരിയുടെ ഉള്ളിൽ വലിയ രീതിയിലുള്ള മാനസിക സംഘർഷം കടന്നുപോയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ സഹോദരി മരിക്കുന്നതിന് മുമ്പ് ഒരു ആത്മഹത്യാക്കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അത് പോലീസ് കണ്ടെത്തുകയും ചെയ്തു. ആ കുറിപ്പിൽ ആ സഹോദരി പറയുന്നത് തൻ്റെ പ്രിയപ്പെട്ട മാതാവിനെ കുറിച്ചാണ്. 4 മാസങ്ങൾക്ക് മുമ്പാണ് ഇർഫാനയുടെ ഉമ്മ മരണപ്പെട്ടു പോകുന്നത്. നമുക്കറിയാം, ഒരു മക്കളെ സംബന്ധിച്ചിടത്തോളം ഉമ്മ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മാതാവ് എന്ന് പറയുന്നത്, അത് വലിയൊരു ലോകം തന്നെയാണ്. നമ്മുടെ വിഷമങ്ങളും നമ്മുടെ പ്രയാസങ്ങളും നമുക്ക് തുറന്നു പറയാൻ സാധിക്കുന്ന, നമ്മുടെ എല്ലാമായ ആ മാതാവ് നമ്മിൽ നിന്നും വിട്ടുപിരിയുന്ന സമയത്ത് സ്വാഭാവികമെന്നോണം മക്കൾക്ക് അവർ വലിയ രീതിയിലുള്ള സംഘർഷങ്ങളിലേക്കും വിഷമങ്ങളിലേക്കുമൊക്കെ കടന്നു പോകാറുണ്ട്. അത് സ്വാഭാവികമാണ്. അത്തരമൊരു വലിയൊരു മാനസിക വിഷമത്തിലൂടെ ഇർഫാന എന്ന് പറയുന്ന ഈ സഹോദരിയും കടന്നുപോയിരുന്നു. പക്ഷെ അതിനായിട്ട് ആ സഹോദരി തിരഞ്ഞെടുത്ത മാർഗമാകട്ടെ ആത്മഹത്യ എന്നുള്ളതാണ്. ഉമ്മയോടുള്ള അമിതമായ സ്നേഹം, അവരില്ലാത്ത ലോകത്ത് താൻ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ ഇർഫാനെ വേട്ടയാടിയിട്ടുണ്ടാകാം. ഉമ്മ പോയ സങ്കടത്തിൽ നിന്നും അവർക്ക് തിരിച്ചു വരാൻ കഴിഞ്ഞിട്ടില്ലായിരിക്കാം. പക്ഷെ അതിനെ തിരഞ്ഞെടുക്കേണ്ട മാർഗം അതൊരിക്കലും ആത്മഹത്യയല്ല. ഇർഫാനയുടെ ഭർത്താവ് റാഫി കോഴിക്കോട് സ്വദേശിയാണ്. ഇവർ വിദേശത്തായിരുന്നു. കഴിഞ്ഞ 15-ാം തീയതി പരിശുദ്ധ ഹറമിലൊക്കെ ചെന്ന് ഉംറ കർമ്മമൊക്കെ നിർവഹിച്ചതിന് ശേഷം ഇവർ നാട്ടിലേക്ക് തിരിച്ചെത്തിയവരാണ്. ഇർഫാനയുടെ പിതാവ് ഇബ്രാഹിം വിദേശത്തായിരുന്നു. അദ്ദേഹം നാട്ടിലേക്കെത്തി ഒരാഴ്ച തികയുമ്പോഴാണ് ഈ ഒരു സംഭവം ഉണ്ടാകുന്നത്. പക്ഷെ ഇവിടെ നോക്കൂ, ആ സഹോദരി എന്തിനായിരുന്നു വെറും 1.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു പൈതലിനെയും ആത്മഹത്യ ചെയ്യാൻ വേണ്ടി കൂടെ കൂട്ടിയത് എന്നുള്ളതാണ്. ആ പിഞ്ചു പൈതൽ എന്തു തെറ്റാണ് ചെയ്തത്? ആ 1.5 വയസ്സുകാരനായ അമൻ മാലിക്, ലോകം എന്താണെന്ന് അറിയാത്ത ആ കുഞ്ഞിനെ എന്തിനാണ് ഇർഫാന കൂടെ കൂട്ടിയത്? തൻ്റെ കുഞ്ഞ് ലോകത്ത് ഒറ്റപ്പെട്ടു പോകുമെന്നോ അവനെ ആരും നോക്കാനില്ലെന്നോ ഉള്ള അമിതമായ ഉത്കണ്ഠയിൽ നിന്നാണോ ഇത്തരം തീരുമാനങ്ങൾ വന്നതെന്നറിയില്ല. താൻ ഇല്ലാതാകുമ്പോൾ തൻ്റെ കുഞ്ഞ് ദുരിതം അനുഭവിക്കരുത് എന്നുള്ള തെറ്റായ ചിന്ത. പക്ഷെ ആ കുഞ്ഞിന് മുന്നിൽ എത്രയോ വലിയ ജീവിതമുണ്ടായിരുന്നു. ഒരു നിമിഷത്തെ ആ ഒരു മാനസിക തകർച്ചയിൽ ഇല്ലാതായി പോയത് 2 ജീവനുകളാണ്. നമുക്ക് ആരെങ്കിലുമൊക്കെ ഇത്തരത്തിൽ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്ത് അതിനെ നാം എല്ലാവരും നിസ്സാരമായി കാണാതെ നേരെ മറിച്ച് അവരുടെ നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. അതൊക്കെ മാറിക്കൊള്ളും, ഇതൊന്നും ഒരു പ്രശ്നമല്ല എന്ന് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് അവരെ സമാധാനിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഒരു ഉമ്മ നഷ്ടപ്പെടുന്നതിൻ്റെ വേദന എല്ലാവർക്കും ഒരുപോലെയല്ല. ചിലരൊക്കെ അത് സഹിക്കും, ചിലർ അതിൽ തകർന്നു പോകും. കൂടെയുള്ളവർ അവർക്ക് കൂടുതൽ കരുത്തു നൽകേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ സങ്കടങ്ങൾ എന്നുള്ളത് അത് ഉള്ളിലൊതുക്കാനുള്ളതല്ല, നേരെ മറിച്ച് അത് പങ്കുവെക്കാനുള്ളതാണ്. നമുക്ക് ലോകത്ത് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. സാമ്പത്തികമായ പ്രയാസങ്ങൾ, മാനസികമായ പ്രയാസങ്ങൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ. പക്ഷെ ആ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും എല്ലാം തരണം ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥ വിജയിയായി മാറുന്നത്. അല്ലാതെ ആത്മഹത്യ എന്നുള്ളത് ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. അത് നമുക്ക് നഷ്ടം മാത്രമേ വരുത്തിവെക്കുകയുള്ളൂ. ആത്മഹത്യ ചെയ്യുന്ന സമയത്ത് നമ്മളെക്കുറിച്ച് ഓർത്ത് നമ്മുടെ പ്രിയപ്പെട്ടവർ എത്രത്തോളം സങ്കടപ്പെടുമെന്നുള്ള കാര്യം മനസ്സിലാക്കാതെ പോകരുത്. എത്ര വലിയ പ്രതിസന്ധികളും ദുഃഖങ്ങളും വന്നാലും ആ സന്ദർഭങ്ങളിലെല്ലാം അള്ളാഹുവിൽ അഭയം തേടുക എന്നതാണ് ഒരു മുഅ്മിനിൻ്റെ യഥാർത്ഥ ലക്ഷണം.